നമസ്കാരം. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി 8 മാസം ഗർഭിണിയായ യുവതി വെന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ചെറുവണ്ണൂർ കക്കറമുക്ക് ജംഗ്ഷന് സമീപം നടന്ന അപകടത്തിൽ പൂവത്തുംചാലിൽ രജിൻലാലിന്റെ ഭാര്യ സോനയാണ് ദാരുണമായി മരണപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട കാറിന്റെ എഞ്ചിൻ ഭാഗത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാതിരിക്കുകയും സോന ഇരുന്നിരുന്ന പിൻസീറ്റ് ഉൾപ്പെടെയുള്ള കാറിന്റെ ഉൾഭാഗം മാത്രം പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തതാണ് തുടക്കം മുതലേ വലിയ സംശയങ്ങൾക്ക് ഇട നൽകിയത്. തുടർന്ന് നടത്തിയ വിശദമായ ശാസ്ത്രീയ അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കാറിനുള്ളിൽ തീപിടിക്കാൻ കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നും മറിച്ച് പെട്രോളിന്റെ സാന്നിധ്യമാണെന്നും കണ്ടെത്തുകയായിരുന്നു. സോനയുടെ ശരീരത്തിലും പെട്രോളിന്റെ അംശം കണ്ടെത്തിയതോടെ സംഭവത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് പേരാമ്പ്ര കോഴിക്കോട് റോഡിലെ യത്തീംഖാനയ്ക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്നും സോന ഒറ്റയ്ക്ക് ക്യാനിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ്. സംഭവ ദിവസം വൈകിട്ട് 7:25ഓടെ സോന പമ്പിലേക്ക് നടന്നു പോകുന്നതും വെളുത്ത നിറത്തിലുള്ള ക്യാനിൽ പെട്രോൾ വാങ്ങി ബാഗിൽ വെച്ച് പണം നൽകി മടങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാറിൽ പെട്രോൾ എത്തിച്ചത് സോന തനിയെയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംഭവത്തിൽ ഭർത്താവ് രജിൻലാലിന് നേരിട്ട് പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതില്ലെന്ന നിലപാടിലാണ് പോലീസ് സംഘം. ആശുപത്രിയിൽ പോയി തിരികെ വരുമ്പോൾ കാറിനുള്ളിൽ നിന്നും പെട്രോൾ മണം ഉയർന്നതിനെക്കുറിച്ച് ചോദിച്ച ഉടൻ വലിയ ശബ്ദത്തോടെ തീ ആളിപ്പടരുകയായിരുന്നുവെന്നാണ് നിലവിൽ 65% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രജിൻലാൽ മൊഴി നൽകിയിട്ടുള്ളത്. തീ പിടിച്ചയുടൻ വാഹനം ഓടിച്ചിരുന്ന രജിൻലാൽ സമീപത്തെ തോട്ടിലേക്ക് ചാടി രക്ഷപ്പെട്ടെങ്കിലും പിൻസീറ്റിലായിരുന്ന സോനയ്ക്ക് രക്ഷപ്പെടാനായില്ല. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ രജിൻലാലിന്റെ നിരന്തരമായ പീഡനങ്ങളും ഒളിച്ചോട്ടങ്ങളുമാണെന്നാണ് സോനയുടെ കുടുംബം ഉറപ്പിച്ചു പറയുന്നത്. 3 വർഷം മുൻപ് പ്രണയവിവാഹിതരായവരാണ് രജിനും സോനയും. അന്ന് വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് രജിൻ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചപ്പോൾ സോന ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി പറയപ്പെടുന്നു. വിവാഹശേഷവും രജിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതറിഞ്ഞ സോനയുമായി വീട്ടിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സോനയെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്ന രജിൻലാൽ ഗർഭസ്ഥ ശിശുവിന്റെ DNA പരിശോധന നടത്തണമെന്ന് വരെ ആവശ്യപ്പെട്ട് അധിക്ഷേപിച്ചിരുന്നതായി സോനയുടെ ബന്ധുവായ സത്യൻ ആരോപിക്കുന്നു. മരണ ദിവസവും ഇരുവരും തമ്മിൽ കടുത്ത വഴക്കുണ്ടായിരുന്നു. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7 മണി വരെ സോന മാതൃ സഹോദരിയുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് രജിന്റെ പീഡനങ്ങളെക്കുറിച്ച് സോന സഹോദരിയോട് സംസാരിച്ചിരുന്നു. തുടർന്ന് വൈകിട്ട് വസ്ത്രം വാങ്ങാനായി സഹോദരിക്കൊപ്പം ടൗണിൽ പോയപ്പോഴാണ് സോന തന്ത്രപൂർവ്വം മാറി നടന്ന് പെട്രോൾ വാങ്ങിയത്. രജിന്റെ ആവശ്യപ്രകാരമാണ് പെട്രോൾ വാങ്ങിയതെന്ന സംശയമുണ്ടായിരുന്നെങ്കിലും സോന ഒറ്റയ്ക്കാണ് പമ്പിലേക്ക് പോയത് എന്നതിനാൽ സ്വന്തം തീരുമാനപ്രകാരമാണ് ഇത് വാങ്ങിയതെന്നാണ് പോലീസ് നിഗമനം. മറുഭാഗത്ത് സോനയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രജിൻലാലിന്റെ പിതാവ് രാജൻ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഇരുവരും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്നും അവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നുമാണ് രാജൻ പറയുന്നത്. സോന വലിയ ദുരിതങ്ങളാണ് അനുഭവിച്ചതെന്ന് പറയുന്ന കുടുംബം കഴിഞ്ഞ 3 വർഷമായി അവളെ തിരിഞ്ഞു നോക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ലെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ ദിവസമെങ്കിലും വന്ന് അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ എന്നും ചോദിക്കുന്നു. സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ താൻ കണ്ടതാണെന്നും രജിനെ ചതിക്കാനും അപായപ്പെടുത്താനും വേണ്ടിയാകാം സോന കാറിനുള്ളിൽ പെട്രോൾ കരുതിയെന്നുമാണ് രാജന്റെ ആരോപണം.